എടാ ആദി, നീ എന്തൊക്കെയായി പറയുന്നത്? ഇതെന്താ കുഞ്ഞുകളിയാണെന്ന് വിചാരിച്ചോ? എനിക്കിതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ല. അവന് ഡിവോഴ്സ് വേണമെന്ന്. നിന്റെ വീട്ടുകാരിത് കേൾക്കണ്ട. അതെ, കല്യാണം കഴിഞ്ഞിട്ട് വർഷം 1 പോലും ആയിട്ടില്ല. എന്നിട്ടും എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കൂടി ഉണ്ടാകുമെന്ന് നീ എന്താ അമലേ വിചാരിക്കാത്തത്? ഞാൻ അവളെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ പക്ഷേ നിന്റെ മനസ്സിലെന്താ ഉള്ളത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും രണ്ടുപേരും പരസ്പരം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ഡിവോഴ്സ് ചെയ്യാനാണെങ്കിൽ ഈ ലോകത്ത് ആൾക്കാർക്ക് അതിനേ നേരം കാണൂ. പക്ഷേ ഒരു ജീവിതമാകുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റിന് രണ്ടുപേരും തയ്യാറാവണം. ചുമ്മാ വെട്ടൊന്ന് മുറി 2 എന്ന മട്ടിലല്ല നല്ലത്. ഞാൻ നിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതല്ല. എൻ്റെ ഒരാഗ്രഹം മാത്രമല്ല, ഒരാവശ്യമാണ് പറഞ്ഞത്. അതിനി എന്തു വേണമെന്ന് എനിക്കറിയാം. ഒരു ഉപദേശി വന്നിരിക്കുന്നു. കലിപ്പോടെ ആദ്യം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അമൽ അന്തം വിട്ടിരുന്നു. ഇവനിതെന്തു പറ്റി? ഇഷ്ടപ്പെട്ട് കിട്ടിയ പെണ്ണിനെ മാസം 7 ആയപ്പോഴേ ഉപേക്ഷിക്കണമെന്ന് പെട്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. മിത്രയെപ്പോലൊരു പെണ്ണിനെ വേണ്ടെന്ന് വെക്കാൻ ഇവന് ഭ്രാന്തുണ്ടോ? അമൽ ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എടാ, നീ ഇത് എന്നോട് പിണങ്ങുന്നത് എന്തിനാ? ഞാൻ അതിനു മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. നല്ലൊരു സുഹൃത്തിനോട് അതേ അധികാരത്തിൽ, സ്വാതന്ത്ര്യത്തിൽ ഞാൻ ചിലതൊക്കെ പറഞ്ഞു എന്നുള്ളത് നേര്. പക്ഷേ നീ എന്നിട്ടും എന്നോട് മനസ്സ് തുറന്ന് പറയുന്നില്ലല്ലോ ഒന്നും. പറയാതെ ഞാനെങ്ങനെ അറിയാനാണ്? പറയ്, എന്താ നിന്റെ പ്രശ്നം? എന്നെ നിനക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നീ കാര്യം പറയ്. സ്റ്റാർട്ടായ ബൈക്കിലിരുന്നു കൊണ്ട് തന്നെ ആദ്യം അമലിനെ ഒന്ന് തറപ്പിച്ച് നോക്കി. എനിക്ക് നിന്നെ വിശ്വാസക്കുറവൊന്നുമില്ല. അല്ലെങ്കിലും ഇനിയെന്ത് വിശ്വാസം? എല്ലാവരും എല്ലാം അറിയട്ടെ. ഞാനിത് എത്ര നാൾ മറച്ചു വെച്ച് ജീവിക്കും? ഒന്നും എൻ്റെ തെറ്റുകൊണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനു നിന്നെ അവിശ്വസിക്കണം? അമലിന് ദേഷ്യം വന്നു. ഇവൻ പിന്നെയും കാടും പടലവും കയറുകയാണല്ലോ. നീ പുരാണം അടിക്കാതെ കാര്യം പറയിച്ചേക്കാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആദ്യം ചുറ്റിനും ഒന്ന് നോക്കി. ഭാഗ്യം, അടുത്തെങ്ങും ആരുമില്ല. അവൻ ശബ്ദം താഴ്ത്തി മെല്ലെ പറയാൻ തുടങ്ങി. എടാ, ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നൊക്കെ കരുതിയാണ് ഞാനും ഇതുവരെയും വെയിറ്റ് ചെയ്തത്. പക്ഷേ ശരിയാവില്ലടാ. ഇങ്ങനെ പോയാൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. ഒന്ന് നിർത്തിയിട്ട് ആദ്യം ചുറ്റിലും ഒന്ന് നോക്കി. ആരുമില്ല അടുത്തെങ്ങും. എടാ, ഞാൻ കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ. ഇതുവരെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് പോലും കഴിഞ്ഞിട്ടില്ല. അവളുടെ ഒരു ചെറുവിരലിൽ പോലും ഒന്ന് തൊടാൻ സമ്മതിക്കുന്നില്ല. ഞാൻ സന്യാസിയൊന്നുമല്ല. ഒരു പെണ്ണിനെ കെട്ടിയത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനൊന്നുമല്ലോ. ആണോ? അവളങ്ങനെയുള്ള ബന്ധത്തിലൊന്നും താല്പര്യമില്ല പോലും. എടാ, സെക്സ് എന്ന പേര് കേൾക്കുന്നത് പോലും വലിയ പാവം പോലെയാണ് അവൾക്ക്. എനിക്ക് പിന്നെ എങ്ങനെയാണടാ ഒരു കുടുംബം ഉണ്ടാകുന്നത്? ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമലെല്ലാം കേട്ട് അന്തം വിട്ടിരുന്നു. മിത്ര നല്ല പഠിത്തവും വിവരവും ഒക്കെയുള്ള കുട്ടിയാണ്, കാണാനും സുന്ദരി. ആദിയുടേത് ഒരു പ്രേമവിവാഹമൊന്നും ആയിരുന്നില്ല. മാട്രിമോണിയൽ ഏജൻസി വഴിയാണ് അവൻ മിത്രയെ പെണ്ണ് കാണാൻ പോയത്. ഒരു പ്രൈവറ്റ് കോളേജിൽ ടീച്ചറാണവൾ. അച്ഛനും അമ്മയ്ക്കും മിത്രയും അവൾക്കിളയതായി ഒരനിയത്തിയും മാത്രമാണുള്ളത്. പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് തന്നോടാണ് ആദ്യം അവൻ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. മിത്രയെക്കുറിച്ച് പറയാൻ അവന് 100 നാവായിരുന്നു. ഒറ്റക്കാഴ്ചയിൽ തന്നെ ഇത്രയും താല്പര്യത്തോടെ ഒരു പെണ്ണിനെക്കുറിച്ച് അവൻ പറയുന്നതും ആദ്യമായിട്ടായിരുന്നു. എടാ, നീ അവളെ ഒന്ന് കാണണം. എന്തൊരു നാച്ചുറൽ ബ്യൂട്ടിയാണെന്നോ. മുടിയൊക്കെ മുട്ടറ്റം വരെയുണ്ട്. നല്ല ഗോതമ്പിൻ്റെ നിറം. ഇത്രയും നാൾ പെണ്ണ് കണ്ട് നടന്ന സമയം കളഞ്ഞ നേരത്ത് ഈ കുട്ടിയെ കണ്ടിരുന്നേ 2 പിള്ളേരെങ്കിലും ഉണ്ടായണേ ഈ നേരത്ത്. അന്ന് അവനത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് അത്രയും സന്തോഷം നിറഞ്ഞിരുന്നു. വല്ലാത്തൊരു ത്രില്ലുണ്ടായിരുന്നു ആ ശബ്ദത്തിന്. പക്ഷേ ഇന്ന് ആകെ നിരാശപ്പെട്ട അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. ഏറെ മോഹിച്ച് കിട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കാൻ തിടുക്കം കൂട്ടുന്ന ഒരുപാട് സ്വപ്നം കണ്ടിട്ട് അപ്പാടെ അതെല്ലാം തകർന്നു പോയൊരു മനുഷ്യനെ അമൽ അവനിൽ കണ്ടു. അവൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അമൽ അവൻ്റെ തോളിൽ പിടിച്ചു. എടാ, അവൾക്ക് നിന്നോട് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? അതോ സെക്സിനോട് മാത്രമാണോ വെറുപ്പ്? അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടെന്തിനാ? സംസാരിക്കാൻ താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ രാത്രിയിൽ ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത് മാത്രമാണ് ഇഷ്ടക്കേട്. എടാ അമലെ, ഞാൻ ചോദിക്കട്ടെ, ഇഷ്ടമുണ്ടെങ്കിൽ ആ പുരുഷനോടൊപ്പം കിടക്കാൻ എന്തിനു മടിക്കണം? ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവല്ലേടാ. നീയും പെണ്ണ് കെട്ടിയതല്ലേ? അവൾക്ക് നിന്നോട് ഇങ്ങനെയാണോ? ആയിരുന്നെങ്കിൽ നീ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഞാൻ അവളോട് ഒരുപാട് വട്ടം ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നമെന്ന്. പക്ഷേ അവൾ ആ വിഷയം പോലും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും എഴുന്നേറ്റ് പോയി കളയും. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറ. ഇത്രയും നാളായിട്ട് ഞാൻ ഈ കാര്യം വീട്ടിൽ ആരോടും മിണ്ടിയിട്ടില്ല. ഈ കാര്യമൊക്കെ എങ്ങനെ ഞാൻ പറയും? അവൾ എൻ്റെ കൂടെ കിടക്കുന്നില്ല, തൊടാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഞാൻ എങ്ങനെ പറയും? ഇപ്പോൾ ആദ്യമായിട്ടാണ് നിന്നോട് പോലും ഇതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് മടുത്ത്. ഇത്രയും സുന്ദരിയായൊരു പെണ്ണിനെ കിട്ടിയതിൽ ഞാൻ ഒത്തിരി അഹങ്കരിച്ചിരുന്നു.
അതിന്റെ ശിക്ഷയായിരിക്കും. അവൻ അത്രയും പറഞ്ഞിട്ട് യാത്ര പോലും പറയാതെ വണ്ടി വളരെ സ്പീഡിൽ മുന്നോട്ടെടുത്തു. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും അമലിന്റെ തെളിയാത്ത മുഖം കണ്ട് നീതുവിനെന്തോ പന്തികേട് തോന്നി. എന്താ പതിവില്ലാതെ ഒരു ഗൗരവം? എന്തുപറ്റി? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മിത്രയുടെ സുഹൃത്താണ് നീതു. ഇവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതവൾ അറിയുമോ? അറിഞ്ഞാൽ മോശമാണ്. മിത്ര എന്തു വിചാരിക്കും? ഈ കാര്യങ്ങളൊക്കെയാണോ താനും ആദ്യം തമ്മിൽ സംസാരിക്കുന്നത് എന്ന് വിചാരിക്കില്ലേ? അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം അവളോട് പറയണ്ട. ഓ, ഒന്നുമില്ല, ചെറിയൊരു തലവേദന, ഇന്ന് ഒത്തിരി ജോലിയുണ്ടായിരുന്നു, അതായിരിക്കും. പോയി കുളിച്ചിട്ട് വാ, ഞാൻ ചൂട് ചായ എടുക്കാം. അവൾ അടുക്കളയിലേക്ക് പോകുന്നത് നോക്കി നിന്നു. ആദിയുടെ വിവാഹത്തിന്റെ 1 വർഷം മുമ്പേ അമലിന്റെയും നീതുവിന്റെയും വിവാഹം കഴിഞ്ഞതാണ്. കുട്ടികളൊന്നും ആയിട്ടില്ല. നീതുവിന് ജോലിയൊന്നുമില്ല. അവൾക്ക് ജോലിക്ക് പോകാനും താല്പര്യമില്ല. വീട്ടിൽ രാവിലെയും വൈകുന്നേരവും ട്യൂഷൻ ക്ലാസ് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് അവൾക്ക് വേണ്ട വരുമാനം കിട്ടുന്നുണ്ട്. ആദ്യ തന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായതുകൊണ്ട് തന്നെ അവന്റെ വീട്ടിൽ മിക്കവാറും നീതുവിനെയും കൂട്ടിയാണ് പോകുന്നത്. അവന്റെ കല്യാണത്തിന് അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങൾക്കും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കല്യാണശേഷം മിത്രയുമായി നീതു കമ്പനി ആയതും അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ചോദിക്കും? അന്ന് രാത്രിയിൽ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന നീതുവിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് അമൽ മനസ്സ് നിറയെ ആദിയുടെ സങ്കടങ്ങളായിരുന്നു. എങ്ങനെയാണ് അവനെ ഈ കാര്യത്തിലൊന്ന് സഹായിക്കാൻ കഴിയുന്നത്? തന്നെപ്പോലെ തന്നെ ഒരു പുരുഷനാണ് അവനും. മജ്ജയും മാംസവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. സുന്ദരിയായ സ്വന്തം ഭാര്യയെ ഒന്ന് തൊടാൻ പോലും കഴിയാതെ വീർപ്പുമുട്ടുന്ന അവന്റെ അവസ്ഥയോർത്ത് അമലിന് സഹതാപം തോന്നി. നീതു തല ഉയർത്തി അമലിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആള് കൂടെ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ മനസ്സിവിടെ എങ്ങുമല്ല. എന്തായിരിക്കും കാരണം? ഒന്നും തുറന്നു പറയുന്നുമില്ല. അവൾ പരിഭവത്തോടെ അവനിൽ നിന്ന് അകന്നു മാറി തിരിഞ്ഞു കിടന്നു. അമലതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇവൾക്കിതെന്തോറ്റി? തന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചല്ലാതെ ഉറങ്ങാത്തവളാണ്. അവൻ അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു. ഒന്ന് പിടഞ്ഞെങ്കിലും അവൾ അനങ്ങിയില്ല. കുസൃതി കാട്ടാൻ തുടങ്ങിയ അവന്റെ വിരലുകളെ അവൾ തട്ടിമാറ്റാൻ ശ്രമിച്ചു. അവൻ പക്ഷേ വിട്ടില്ല. എന്താ പറ്റിയത് നിനക്ക് പെട്ടെന്ന്? വേണ്ട, എന്നോട് മിണ്ടണ്ട, എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങണ്ട. എങ്കിൽ എന്നോട് തുറന്നു പറ, എന്തായിട്ടെന്ന് സംഭവിച്ചതെന്ന്. എനിക്കോ? എനിക്കെന്ത് സംഭവിക്കാനാണ്? അത് നീ അറിയാതെ. ഞാൻ കാണാത്ത ആളൊന്നുമല്ലല്ലോ. ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതൽ മനസ്സിവിടെ എങ്ങും അല്ല. എന്താ പുതിയതായിട്ട്? ആരെങ്കിലും മനസ്സിൽ കയറി കൂടിയോ? ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വലിയ ഉപകാരമായനെ. അവൻ ഇരുട്ടിലേക്ക് നോക്കി അടക്കി ചിരിച്ചു. നിന്നെപ്പോലൊരു പെണ്ണിനെ കയ്യിൽ കിട്ടിയ ഞാൻ ഇനി വേറൊരുത്തൻ്റെ പിന്നാലെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നെ മാത്രം മതിയടി കുറുമ്പിപ്പാറു. നീ തരുന്ന സുഖം വിട്ടിട്ട് ഞാൻ മറ്റെവിടെ പോകാനാണ്? ഓഹോ, അപ്പോൾ എന്നിൽ നിന്നൊരു സുഖവും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറെ പോയനെ അല്ലേ? അവൾ പരിഭവിച്ചു. അവൻ അവളുടെ ചെവിയിൽ ചെറുതായൊന്ന് കടിച്ചു. അതിന് വേറെ പോകാൻ നീയൊന്ന് വിട്ടിട്ട് വേണ്ടേ? അവൾ തിരിഞ്ഞു കിടന്നിട്ട് അവനെ മുറുകെ പുണർന്നു. എൻ്റെ മോന് പോണോ? എന്നെ വിട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടോ? കൊന്നുകളയും ഞാൻ. അമൽ അവളെ ശ്വാസം മുട്ടുന്ന വിധത്തിൽ തൻ്റെ ശരീരത്തേക്ക് ചേർത്ത് പിടിച്ചു. പെണ്ണേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം കിടക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ഒന്നുകിൽ അവൾക്ക് മറ്റാരോടെങ്കിലും അടുപ്പമുണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഡിപ്രഷനോ, ചിലപ്പോൾ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ശാരീരിക പീഡനങ്ങളോ, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളോ ഒക്കെയാകും. അല്ല, ഏട്ടനിപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? ആരാണാ പെണ്ണ്? ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. നീ ഉറങ്ങാൻ നോക്കു പെണ്ണെ. അവൾക്ക് വിശ്വാസം വന്നില്ല. നിങ്ങളെ എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ. ഈ പാതിരാത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം തിരക്കണമെങ്കിൽ എന്തെങ്കിലും കുട്ടൻസ് ഇല്ലാതിരിക്കില്ല. മോനെ അമൂലേ, മര്യാദയ്ക്ക് പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഈ രാത്രി ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് ഇഷ്ടം കൂടുമ്പോൾ അവനെ വിളിക്കാറുള്ളതാണ് അമൂലേയെന്ന്. അവൾ കുത്തിയിരുന്ന് അവന്റെ നെഞ്ചിൽ മെല്ലെ തല്ലി. ശെടാ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ. ഒന്നിനും പോകാതെ മര്യാദയ്ക്ക് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? എന്തായാലും പറഞ്ഞേക്കാം. അവൾക്കെന്തെങ്കിലും മാർഗം പറഞ്ഞുതരാൻ പറ്റിയാലോ? ഏതവളാ അത്? പറഞ്ഞേ പറ്റൂ. അത് നിന്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ആ മിത്ര. അവളൊന്ന് ഞെട്ടിയോ? മിത്രയോ? എന്താ വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ അത് സത്യമാണ്. ഇന്നാണ് ഞാനും ആ സത്യം അറിയുന്നത്. പാവം, ആദ്യാകെ തകർന്ന പോലെയാണ്. പോരെങ്കിൽ ഇന്നവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മിത്രയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നുവെന്ന്. നീതു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തലയിൽ കൈവച്ചു. ഈ ആദിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അവൾ എത്ര നല്ല കുട്ടിയാണെന്ന് ഏട്ടനറിയില്ലേ? അവളെ ഉപേക്ഷിച്ച് കളയാൻ അവൻ എങ്ങനെ തോന്നുന്നു? പിന്നെ ജീവിതകാലം മുഴുവൻ അവനെന്താ അവളെ കണ്ടോണ്ടിരിക്കണോ? അവനൊരാണല്ലേ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരൻ. പണ്ടേ അവന് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. അതൊക്കെ എങ്ങനെ നടക്കാനാണ്? ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളതിനെയൊക്കെ എപ്പോഴേ കളഞ്ഞിട്ട് വേറെ പെമ്പിള്ളേരെ കിട്ടിയേനെ.
കൊല്ലും ഞാൻ. നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ചോരയും നീരും. പെണ്ണിന്റെ മനസ്സാദ്യം മനസ്സിലാക്കാൻ നോക്ക്, എന്നിട്ടാട്ട് അവളുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ ഇഷ്ടത്തോടെ അല്ലാതെ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടോ? പിന്നെ ആദിയുടെ കാര്യം പൂർണ്ണമായും എനിക്കറിയില്ലല്ലോ. അവൻ പറഞ്ഞത് മാത്രമല്ലേ എനിക്കും അറിയൂ. നീ ഒന്ന് എങ്ങനെയെങ്കിലും മിത്രയുടെ മനസ്സിൽ എന്താണെന്നൊന്ന് കണ്ടുപിടിക്ക്. വെറുതെ രണ്ടിൻ്റെ ജീവിതം പാഴാക്കണ്ടല്ലോ. അവളെന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നി. അവൻ അവളെ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. നമ്മുടെ ഒരു രാത്രി എന്തിനാ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കളയുന്നത്? എൻ്റെ ഉറക്കം കളഞ്ഞതും പോരാ വന്നേക്കുന്നു, മാറങ്ങോട്ട്. അവൾ പരിഭവത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ പിറ്റേന്ന് രാവിലെ അവൾ ജോലിക്ക് പോയി കഴിഞ്ഞുള്ള നേരത്ത് അവൾ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങി. അവൾ വിളിച്ചപ്പോൾ മിത്ര വീട്ടിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എങ്കിൽ നേരിട്ട് തന്നെ അവളെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. അമൽ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അവൾക്ക് അങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുമോ? എത്ര സ്നേഹത്തോടെയാണ് ആദിയോട് അവൾ പെരുമാറാറുള്ളത്. എത്ര താല്പര്യത്തോടെയാണ് അവനെക്കുറിച്ച് തന്നോട് പറയാറുള്ളത്. അപ്പോഴൊന്നും സംശയിച്ചിട്ട് കൂടിയില്ല അവൾ അവനുമായി ഇതുവരെയും അടുത്തിട്ടില്ല എന്ന്. വാതിലടഞ്ഞു കിടന്നിരുന്നു. സ്കൂട്ടർ ഒതുക്കി വെച്ചിട്ട് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലെന്ന് സംശയിച്ചു. അല്പം കഴിഞ്ഞതും വാതിൽ തുറന്ന് മിത്ര ഇറങ്ങി വന്നു. നീതുവിനെ കണ്ട അവൾ പരിഭവം പറഞ്ഞു. കുറേ ആയല്ലോ രണ്ടുപേരെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഞങ്ങളെയൊക്കെ മറന്നോ? നേരം കിട്ടാഞ്ഞിട്ടാണെന്നേ. ട്യൂഷനുള്ളതുകൊണ്ട് ഈ സമയത്തൊക്കെയല്ലേ ഇറങ്ങാൻ പറ്റൂ. അപ്പോഴാണെങ്കിൽ താൻ ഇവിടെ കാണത്തുമില്ല. ഇന്നെന്തു പറ്റി? ലീവാണോ? അവളുടെ വെളുത്ത തുടുത്ത മുഖത്ത് പെട്ടെന്നാണ് ഇരുളിമ പടർന്നത്. പതിഞ്ഞ നേർത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു. ഇല്ല, പോയില്ല. ഇനി മുതൽ പോകുന്നില്ല ജോലിക്ക്. അതെന്താ ജോലി വേണ്ടെന്ന് വെച്ചത്? വെറുതെ ഇവിടെ ചടഞ്ഞിരിക്കുന്നത് എന്തിനാ? അതല്ലടാ, ആദ്യേട്ടന് ഇഷ്ടമല്ല ഞാനിനി ജോലിക്ക് പോകണ്ടെന്ന് എന്നോട് തീർത്ത് പറഞ്ഞു. നീതു അവളെ സൂക്ഷിച്ചു നോക്കി. മുഖത്ത് കണ്ണീരുണങ്ങിയ പാടുകൾ. ഇവൾ കരയുകയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ഹോം ട്യൂഷൻ ചെയ്യാമല്ലോ. താൻ ടീച്ചറായി വർക്ക് ചെയ്തതല്ലേ, ഒരുപാട് കുട്ടികളെയും കിട്ടും. മിത്ര നിഷേധത്തോടെ തലവെട്ടിച്ചു. ഒന്നിനും സമ്മതിക്കില്ല. ആൾക്ക് ഞാൻ പുറത്തോട്ട് പോകുന്നതോ ആരോടെങ്കിലും മിണ്ടുന്നതോ എന്താ ആരെയെങ്കിലും നോക്കുന്നതോ പോലും ഇഷ്ടമല്ല. എന്നെ സംശയമാണ് നീതു അദ്ദേഹത്തിന്. ഞാൻ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ശിക്ഷ? എനിക്ക് സൗന്ദര്യം കൂടിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഞാൻ ആരോടോ പ്രണയത്തിലാണെന്നും തരം കിട്ടിയ ചാടിപ്പോകും എന്നൊക്കെയാണ് ഏട്ടൻ വിശ്വസിച്ചിരിക്കുന്നത്. എനിക്ക് മടുത്ത് ഈ ജീവിതം. കഴിഞ്ഞ ദിവസം എന്നോട് എന്താ ആള് പറഞ്ഞതെന്നോ? നമുക്ക് പിരിയാമെന്ന്. ഞാൻ അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചതിച്ചിട്ടില്ല. എന്നിട്ടും എന്നോട് അങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയാത്തത്. നീതു എല്ലാം കേട്ട് നിശ്ചലയായിരുന്നു. ആര് പറയുന്നതാണ് ശരി, ആരെയാണ് വിശ്വസിക്കേണ്ടത്? മിത്ര ദേഹത്തൊന്നും തൊടാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാണല്ലോ ആദ്യ ഏട്ടനോട് പറഞ്ഞത്. അതെങ്ങനെയാണ് ഈ പാവത്തിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്? ഈശ്വര. മിത്ര പെട്ടെന്ന് മുഖം തുടച്ചിട്ട് എഴുന്നേറ്റു. താനിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഒന്നും വേണ്ട എന്ന് പറയാനാഞ്ഞതാണ്. പക്ഷെ എങ്ങനെയെങ്കിലും അവളുടെ നാവിൽ നിന്ന് തന്നെ എല്ലാം അറിയണം. ഞാനും കൂടെ വരാൻ ചായ ഇടാൻ. അവർ രണ്ടുപേരും അടുക്കളയിലേക്ക് നടന്നു. അമ്മയും അച്ഛനും ഒരു കല്യാണത്തിന് പോയി. വരുമ്പോൾ കുറച്ച് ലേറ്റാകും. നീതു ചോദിക്കാൻ തുടങ്ങിയതാണ് അവരൊക്കെ എവിടെയെന്ന്. മിത്ര തിളയ്ക്കുന്ന പാലിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ചേർത്തിളക്കുമ്പോൾ നീതു ഒന്നും അറിയാത്തതുപോലെ ഒരു കുശലം ചോദിച്ചു. നിങ്ങൾ പ്ലാനിങ്ങിലാണോ? ഉടനെയൊന്നും വേണ്ടെന്നാണോ മിത്രയുടെ ആഗ്രഹം? അതോ ഇനി ആദിക്കും അങ്ങനെയാണോ? മിത്രയുടെ മുഖം വിളറിപ്പോയി. അവിടെ ഏട്ടനും തിരക്കാറുണ്ട് നിങ്ങളെപ്പറ്റി. ഞങ്ങളും വെയിറ്റിങ്ങിലാണല്ലോ. ചിലപ്പോൾ നമുക്ക് ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. നീതു ഒരു തമാശ പോലെ പറഞ്ഞു. അതിന് കുഞ്ഞുങ്ങളുണ്ടാകണമെങ്കിൽ ഒരിക്കലെങ്കിലും പരസ്പരം ഒന്നാകണ്ടേ? ദേഹത്ത് പോലും തൊടാതെ വെറുതെ നോക്കിയിരുന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു. മിത്രയ്ക്കൊരു പിടിവള്ളി കിട്ടി. അവൾ മിത്രയുടെ ചുമലിൽ പിടിച്ച് തനിക്ക് നേരെ നിർത്തി. എന്നിട്ട് അവളുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി. താൻ എന്താടോ ഈ പറയുന്നത്? ഇതെന്താ ദിവ്യഗർഭം വല്ലതാണോ? നോക്കിയിരുന്നാൽ ഉടനെ ഗർഭിണിയാകാൻ? അതൊക്കെ പുരാണ കഥകളിലല്ലേ നടക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ ആവശ്യം എന്താ? മിത്ര പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ഒരു കപ്പിൽ അവൾക്കുള്ള ചായ എടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനും ഏട്ടനും ഇപ്പോൾ പുരാണ കാലത്തിലാണ് ജീവിക്കുന്നത്. സോറി, ഞാനല്ല കേട്ടോ, ആദ്യേട്ടൻ. ആൾക്കെന്നെ തൊടാൻ പേടിയാണ്. ഞാൻ ഗർഭിണിയായാൽ എൻ്റെ ഈ സൗന്ദര്യം മൊത്തം പോകും. കുഞ്ഞിന് പാല് കൊടുത്തെൻ്റെ മാറിട ഇടിഞ്ഞു തൂങ്ങും. ഈ വയറിൽ നിറയെ വരയും കുറിയും പോലെ വൃത്തികെട്ട പാടുകൾ വീഴും. തടിച്ചു വീർത്തിട്ട് എൻ്റെ ബോഡി ഷേപ്പ് നഷ്ടമാകും. ഇനി ഒരുപാട് കാരണങ്ങളുണ്ട്. പലതും തന്നോട് തുറന്ന് പറയാൻ പോലും പറ്റാത്തത്ര കാരണങ്ങൾ. അതിനാൽ എനിക്ക് അമ്മയാകാനുള്ള അവസരം എൻ്റെ ഭർത്താവ് നിഷേധിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞിനു വേണ്ടി ഭാര്യയുടെ സൗന്ദര്യം കളയാൻ അദ്ദേഹം തയ്യാറല്ല.
ഒരു പുതുപ്പെണ്ണും ശരീരത്തിന്റെ കാമനകൾ തീർക്കാൻ വേണ്ടി ഭർത്താവിനോട് ഇരക്കാൻ ചെല്ലാറില്ല. അവൻ ആർത്തിയോടെ അടുത്തേക്ക് വന്നാൽ പോലും ചെറിയൊരു നിഷേധത്തോടെ മാത്രമേ അവൾ അവന് വിധേയാകാറുള്ളൂ. ഇവിടെ എൻ്റെ ഭർത്താവിന് ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു സൗന്ദര്യമുള്ള വസ്തു മാത്രമാണ്. എനിക്ക് ആഗ്രഹങ്ങൾ പാടില്ല, സ്വാതന്ത്ര്യം മോഹിക്കരുത്, ആരോടും മിണ്ടാതെ ഈ വീട്ടിൽ കഴിഞ്ഞു കൂടിക്കോണം. പക്ഷേ മറ്റെന്തും ഞാൻ സഹിക്കും. എൻ്റെ ജോലി വേണ്ടെന്ന് വെക്കാൻ ആൾക്ക് എന്ത് അവകാശമാണുള്ളത്? ആ ഒരു ജോലി മാത്രമായിരുന്നു ഇവിടുത്തെ എൻ്റെ നരക ജീവിതത്തിലെ പകലുകളിലെ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള ഒരു വിടുതൽ, ഒരാശ്വാസം. ജോലിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അങ്ങോട്ട്, എനിക്ക് ഈ ജീവിതം മടുത്തു, നമുക്ക് പിരിയാമെന്ന്. പക്ഷെ അതാണിപ്പോൾ ഏറ്റവും വലിയ അപരാധം പോലെ അദ്ദേഹം കരുതിയിരിക്കുന്നത്. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞത്രേ. അച്ഛനും അമ്മയും പോലും എന്നെ ഇപ്പോൾ ഒരു വൃത്തികെട്ട പെണ്ണായിട്ടാണ് കാണുന്നത്. ഞാൻ ഏട്ടൻ്റെ കൂടെ കിടക്കുന്നില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഇഷ്ടമല്ല എന്നൊക്കെയാണ് എന്നിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ. ഇനി നീതു പറയൂ, ഞങ്ങൾക്ക് ദിവ്യഗർഭത്തിൽ കുട്ടികളുണ്ടാകാൻ വല്ല വഴിയുണ്ടോന്ന്? കയ്യിലിരുന്ന ചായ ആറി തണുത്തിരുന്നു. മുഴുവൻ കേട്ടതും വിശ്വസിക്കാൻ കഴിയാതെ നീതു മരവിച്ചിരുന്നു പോയി. ദൈവമേ, ആദ്യ ഏട്ടനോട് എന്തൊക്കെയാണ് ഇവളെക്കുറിച്ച് പറഞ്ഞത്? ഇവൾ തന്നോട് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? എനിക്ക് മരണം വരെയും ആദിനാഥിൻ്റെ ഭാര്യയായിരുന്നാൽ മതി. പക്ഷെ ആ ചോരയിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആശിക്കുന്നത് തെറ്റാണോ? 7 മാസേ ആയിട്ടുള്ളൂ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ 70 വർഷത്തെ ദുഃഖം മുഴുവനും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഭർത്താവിൻ്റെ ഒപ്പം ഇനി എത്ര നാൾ വേണമെങ്കിലും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പക്ഷേ ഈ തടവറയിൽ നിന്ന് ഒരല്പം നേരമെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവാദമില്ലെങ്കിൽ പിന്നെ ഈ കാത്തിരിപ്പ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നീതു മിത്രയുടെ ചുമരിൽ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. താൻ വിഷമിക്കേണ്ടാടോ, എല്ലാം ശരിയാകും. ഞങ്ങളില്ലേ തൻ്റെ ഒപ്പം, താൻ ധൈര്യമായിട്ടിരിക്കെ. മിത്രയുടെ മുഖത്ത് ചെറിയൊരു തെളിച്ചം വീശി. ആരൊക്കെയോ തനിക്കൊപ്പം ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നീതു വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. പ്രതീക്ഷയുടെ ഒരു കൈത്തിരി നാളം പോലെ മിത്ര അവളെ നോക്കി കൈവീശുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.